ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള മോഹന വാഗ്ദാനവുമായി റഷ്യ KH-69 എന്ന സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ചഡ് ക്രൂസ് മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാമെന്നാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനം. 2025 ഫെബ്രുവരിയിൽ നടന്ന എയ്റോ ഇന്ത്യ എക്സ്പോയിലാണ് ആവശ്യത്തിന് മിസൈലുകൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി ചേർന്ന് രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാമെന്ന ഉറപ്പ് റഷ്യ നൽകിയത്. കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ, പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പോലുള്ള തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കെതിരായ ഡീപ് സ്ട്രൈക്ക് ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് KH-69 മിസൈൽ ഉപയോഗിക്കുന്നത്. 2022 മുതൽ യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ റഷ്യ പ്രയോഗിക്കുന്ന മിസൈലുകളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ പക്കലുള്ള Su-30 MKI യുദ്ധവിമാനങ്ങളിൽ ഇത് വിന്യസിക്കാനാകും. നിലവിൽ ഇത്തരത്തിൽ സ്റ്റാൻഡ് ഓഫ് ക്രൂസ് മിസൈലുകൾ Su-30 MKI വിമാനങ്ങളിലില്ല. എന്നാൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫാൽ വിമാനങ്ങളിൽ സ്കാൽപ് EG എന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുണ്ട്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലാണെങ്കിലും ഭാരം കൂടുതലായതിനാൽ ഒരു മിസൈൽ മാത്രമേ Su-30 MKI വിമാനങ്ങളിൽ ഘടിപ്പിക്കാനാകൂ. ഭാരം കുറഞ്ഞ ബ്രഹ്മോസ് NG വികസന ഘട്ടത്തിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ 4 മിസൈലുകൾ വരെ Su-30 MKI വിമാനങ്ങളിൽ ഘടിപ്പിക്കും. 710 കിലോഗ്രാം ഭാരമുള്ള KH-69 മിസൈലിന് 400 കിലോമീറ്റർ പ്രഹര പരിധിയുണ്ട്. 310 കിലോഗ്രാം ഭാരമുള്ള ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേകതരം കോട്ടിംഗ് ഇതിൽ പൂശിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ രൂപകൽപ്പന റഡാർ കണ്ണുകളെ വെട്ടിക്കുന്നതിന് സഹായിക്കും. റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവാണെന്നതും താഴ്ന്നു പറന്ന പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുമെന്നതിനാലും KH-69 മിസൈലിനെ പെട്ടെന്ന് കണ്ടെത്തി പ്രതിരോധിക്കാനാകില്ല. ഇനേർഷ്യൽ നാവിഗേഷൻ, ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സീക്കർ എന്നിവ സംയോജിപ്പിച്ച ഹൈബ്രിഡ് ഗതി നിർണയ സംവിധാനമാണ് മിസൈലിനുള്ളിലുള്ളത്. അതിനാൽ എതിരാളികളുടെ ദുർഘടമായ വ്യോമമേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കാൻ മിസൈലിന് സാധിക്കും. 200 മുതൽ 300 യൂണിറ്റുകൾ വാങ്ങാൻ സന്നദ്ധമാകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കാനായി പൂർണ്ണമായ ബ്ലൂ പ്രിന്റുകളും സാങ്കേതിക വിദ്യയും ടൂളുകളും പരിശീലനവും നൽകാൻ റഷ്യ തയ്യാറാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുമായി ചേർന്ന് മിസൈൽ നിർമ്മിക്കാനാണ് റഷ്യ താൽപര്യപ്പെടുന്നത്. നിലവിൽ ഇന്ത്യ സമാനമായ മിസൈലായ നിർഭയ് വികസിപ്പിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതുവരെ ഇന്ത്യക്ക് റഷ്യയുടെ വാഗ്ദാനം ആകർഷകമാണ്. എന്നിരുന്നാലും റഷ്യയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിക്ക് യുഎസിന്റെ ഉപരോധ ഭീഷണി നേരിടേണ്ടി വരും. ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഈ കാര്യത്തിൽ വിശദമായ ചർച്ച നടന്നേക്കും. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ പരമ്പരാഗത പങ്കാളിത്തം സമീപ മാസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടു. എണ്ണ മാത്രമല്ല, മറ്റു മേഖലകളിലെ വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുന്നു. റഷ്യ ഇന്ത്യയിലേക്കുള്ള വജ്ര കയറ്റുമതി വർഷം തോറും ഇരട്ടിയാക്കി 31.3 മില്യൺ ഡോളറാക്കി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ സൈനിക സഹകരണത്തിനുള്ള പദ്ധതികളും ഇരു രാജ്യങ്ങളും സൂചിപ്പിച്ചു. വ്യോമയാനം, നാവിക, മിസൈൽ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള സാങ്കേതിക കൈമാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രതിരോധ പങ്കാളിത്തം മെച്ചപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ആധുനിക യുദ്ധത്തിൽ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനായി ഒക്ടോബർ മാസം അവർ 14ാമത് INDRA നാവികാഭ്യാസം വിജയകരമായി നടത്തി. അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കിടയിലും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ റഷ്യ ബന്ധം തളരുന്നില്ല, മറിച്ച് കൂടുതൽ ശക്തമായി വളരുകയാണ്. വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുക, ഇന്ത്യൻ തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുക, പ്രതിരോധ മേഖലയിൽ സാങ്കേതിക പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുള്ള പുടിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക, സൈനിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.